അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അവർ കൊടുക്കൂ. ഇത് കവർത്തിയിൽ ഇതിനൊരു നിങ്ങൾ മാഫിയ എന്നൊക്കെ പറയില്ലേ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. മേ ബി എനിക്കറിയില്ല, അറിയാത്ത കാര്യം പറയാനും പാടില്ല. ഒരു മീഡിയൻ്റെ മുമ്പിൽ ഈ യാത്രാവകാശം എന്നാണ് മൗലിക അവകാശത്തിൽ പെട്ടില്ലേ, നമ്മൾ സഞ്ചരിക്കാൻ അവകാശം വേണം. അത് മൗലിക അവകാശത്തിൽ പെട്ടില്ലേ. വോട്ട് മാത്രം പോരല്ലോ നമുക്ക്. നിങ്ങൾക്ക് ചൈന പറഞ്ഞാൽ മനസ്സിലാകോ? ഉറപ്പല്ലേ? അപ്പോൾ പിന്നെ മഹൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ പുള്ളിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്നത് പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ഇപ്പോഴും ആരില്ലല്ലോ ഉപ്പിലിട്ട് എന്ന് പറയില്ല, അതുപോലെയാണ്. ബാപ്പയ്ക്ക് ഭയങ്കര സങ്കടം, വിട്ടിട്ട് പോകാനും പറ്റൂല, ബാപ്പയ്ക്ക് പോകാണ്ടിരിക്കാനും പറ്റൂല. നിങ്ങളുടെ റൂമിൻ്റെ ഒരു മൂലയ്ക്ക് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ, നിൽക്കാൻ സ്ഥലമില്ല, പോവാൻ ടിക്കറ്റ് ഇല്ല. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? 5000 രൂപ ഒരു ഓഫർ ഉണ്ടായിരുന്നു, ഒരു ടിക്കറ്റിന് 5000 രൂപ എന്നാൽ തരാമെന്ന് പറഞ്ഞ് ആളുകളുണ്ട്. നമ്മൾ ഷെഡ്യൂൾഡ് ട്രൈബാണ് പറയുന്നതിനെ കൊണ്ട് ഞങ്ങൾ ഈ ഡ്രസ്സിംഗ് ഒന്ന് നോക്കണം. ഞങ്ങൾ ST തന്നെയാണ്. തീർച്ചയായും ഉറക്കം ഇല്ലാണ്ട് ഞങ്ങൾ നിന്നോളാം, ഭക്ഷണം കഴിക്കാണ്ട് ഞങ്ങൾ നിന്നോളാം. പക്ഷേ നമുക്ക് ഉണ്ടല്ലോ ഈ ഓൺലൈൻ സിസ്റ്റം ഒന്ന് നിങ്ങൾ മാറ്റിത്താ. കാശ് വേണ്ടേ? ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ സ്വന്തം ഭാര്യയുടെ സ്വർണം വിറ്റിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ നമുക്ക് ഉറക്കമില്ല, ഇത്രവരെയും ഉറക്കം പോലും കിട്ടിയില്ല. കാരണം ടിക്കറ്റ് ഇല്ലാണ്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം ഫിനാൻഷ്യലി ഞാൻ എൻ്റെ വൈഫിൻ്റെ സ്വർണ്ണം വരെ വിറ്റിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. 100% ഓൺലൈൻ ബുക്കിംഗ് ആണ്. ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന പലർക്കും ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇതിപ്പോൾ മൂന്നാമത്തെ ആളാണ്. ഈ 3 പേരും പറയുന്നത് ബുക്ക് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് സെർവർ എററാകും. അപ്പോൾ എങ്ങനെയാണ് ബാക്കിയുള്ളവർ ഇത് ബുക്ക് ചെയ്തു എന്നുള്ളത്? സീറ്റ് ഫുള്ളാണെന്ന് പറയുകയും അവർ ഡാനിക്സ് ആണ്, അവരോട് വരെ നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ആരോട് പറയണം? ദൈവത്തോട് പോയി പറയണം. ആ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങളതാ, ഞാൻ ദൈവത്തോട് പറഞ്ഞോളാം. ഇനി നമസ്കാരം, ന്യൂസ് കേരള മലയാളത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ലക്ഷദ്വീപിൻ്റെ വിഷയവുമായി ഞാനിങ്ങനെ കടന്നു ചെല്ലുന്നു. ഇപ്പോൾ എനിക്ക് മറ്റൊരു കുടുംബമാണ് ഇപ്പം എൻ്റെ ബാക്കിലുള്ളത്. ഇവരും ടിക്കറ്റ് കിട്ടാതെ ഇവിടെ പെട്ടുകിടക്കുന്ന ആളുകളാണ്. ഇവർക്കും ലക്ഷദ്വീപിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളും പറയാനുണ്ട്. ഇവരുടെ ശബ്ദവും നിങ്ങൾ കേൾക്കണം. ഇവരുടെ ശബ്ദം കേട്ടാൽ മാത്രം പോരാ, അത് മനസ്സിലാക്കാനും സാധിക്കണം. നിങ്ങൾക്ക് മാത്രമല്ല, അവിടുത്തെ ഈ ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ ഭരണകൂടവും ഇവരുടെ കാര്യങ്ങൾ തിരിച്ചറിയും. എന്തായാലും നമുക്ക് ഇവരോട് ചോദിക്കാം ഇവിടെ പ്രശ്നം എന്താണെന്നുള്ളത്. എന്താ പേര്? നിഷാദ്. ഏതാ ദ്വീപ്? കടമ തായ്ലൻഡ്. കടമത്ത്. അവിടെ എങ്ങനെയാണ്? വെസലൊക്കെ ഉണ്ട്. ഷിപ്പ് എങ്ങനെയാണ്? ഷിപ്പ് നേരത്തെയൊക്കെ നല്ലതായിരുന്നു, ഇപ്പോൾ അങ്ങോട്ട് കുറവാണ്. ഇപ്പോൾ എത്ര നാളായി ഇവിടെ വന്നിട്ട് കൊച്ചിയിൽ? 1 മാസമായി. 26 ദിവസം കഴിഞ്ഞു. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. അനിയത്തിയുടെ പ്രസവത്തിന് വന്നതാ. 15-ാം തീയതി ഡെലിവറി കഴിഞ്ഞു. ഇപ്പൊ ഇത്രയും നാളുമായി ടിക്കറ്റ് ഞാനും 15-ാം തീയതി ഡെലിവറി കഴിഞ്ഞ് പിന്നെ 16-ാം തീയതി ഇറങ്ങാൻ നിൽക്കുകയാണ് അല്ലേ? 19-ാം തീയതി ഡിസ്ചാർജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസങ്ങളായി. അതിന്റെ ഇടയിൽ നേരത്തെ ട്രൈ ചെയ്ത്, കാരണം ഓൾറെഡി കൊടുക്കണം നമ്മൾ 2 ആഴ്ച. ഓൺലൈൻ ബുക്കിങ്ങിന്റെ കാര്യം അറിഞ്ഞായിരുന്നു? അത് രാത്രിയാണ് അറിഞ്ഞത്. പിന്നെ അതിനുശേഷമാണ് പിന്നെ നമുക്ക് ഉറക്കമില്ല, ഇത്രവരെയും ഉറക്കം പോലും കിട്ടിയില്ല. കാരണം ടിക്കറ്റ് ഇല്ലാണ്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം ഫിനാൻഷ്യലി ഞാൻ എൻ്റെ വൈഫിൻ്റെ സ്വർണ്ണം വരെയും വിറ്റിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം നമ്മൾ ഗവൺമെൻറ് എംപ്ലോയീസ് ഒന്നുമല്ല. ഇവിടെ ഇപ്പോൾ ഓൺലൈൻ ടിക്കറ്റാണ്, പക്ഷേ അത് മൊത്തം ഹാക്കിംഗ് ആണ് അതൊക്കെ എന്നാണ് പറയുന്നത്. നമുക്കറിയില്ല. ഒരുപാട് ശ്രമിച്ച്, കാരണം സൈറ്റിൽ കയറിയിട്ട് ലാസ്റ്റ് നമ്മൾ പേയ്മെൻറ്റ് ടൈമിൽ എറർ കാണിക്കുന്നുണ്ട്. സീറ്റ് ഫുള്ളാവുകയും ചെയ്യും. സീറ്റ് ഫുള്ളാണെന്ന് ഇവരും പറയുന്നു. പിന്നെ ബുക്ക് ചെയ്യുന്ന സമയത്ത് എറർ ആവുന്നു. അപ്പോൾ ഈ സീറ്റ് ആരാ ഇതൊക്കെ ബുക്ക് ചെയ്യുന്നത്? ഇവർ ഫുള്ളാണെന്ന് പറയുന്നു. അറിയില്ല, ഇത് ഹാക്കിങ്ങിന് 100%. ഇത് ഏറ്റവും വലിയ സംശയമാണ്. 100% ഓൺലൈൻ ബുക്കിംഗ് ആണ്. ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന പലർക്കും ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇതിപ്പോൾ മൂന്നാമത്തെ ആളാണ്. ഈ 3 പേരും പറയുന്നു ബുക്ക് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് സെർവർ എററാകും. അപ്പോൾ എങ്ങനെയാണ് ബാക്കിയുള്ളവർ ഇത് ബുക്ക് ചെയ്തു എന്നുള്ളത്? സീറ്റ് ഫുള്ളാണെന്ന് പറയുകയും ബുക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൻ്റെ ടെക്നിക്കൽ എറർ എന്താണെന്നുള്ളത്. ഏറ്റവും ലോക്കൽ സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ നമ്മുടെ ലക്ഷദ്വീപ് ഗവൺമെൻറ് യൂസ് ചെയ്യുന്നത് ഇതിൽ ടിക്കറ്റിന് വേണ്ടി. ഇത് ഹാക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ സിമ്പിൾ കേസ് എന്നാണ് പറയുന്നത്. നമുക്ക് ഹാക്കിങ്ങിനെ പറ്റി അറിയില്ല, കാരണം നമ്മൾ ലീഗലി ആണ് എല്ലാം ചെയ്യുന്നത്. ഈ യാത്രാവകാശം എന്നാണ് മൗലിക അവകാശത്തിൽ പെട്ടില്ലേ, നമ്മൾ സഞ്ചരിക്കാൻ അവകാശം വേണം. അത് മൗലിക അവകാശത്തിൽ പെട്ടില്ലേ. വോട്ട് മാത്രം പോരല്ലോ നമുക്ക്. 500 കിലോമീറ്റർ ഉള്ളൂ. ഇവർക്ക് ഷിപ്പിംഗ് ആണെങ്കിൽ ഇപ്പോൾ ഫുള്ള് 2-3 ഷിപ്പ് ഡോക്കിലാണ് എന്ന് പറയുന്നത്. എൻ്റെ ടെക്നിക്കൽ പ്രോബ്ലം ഇവരെ നമുക്ക് പറഞ്ഞു തരുന്നില്ല എന്താണെന്ന്. എല്ലാം മുൻപ് ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് 10 ഷിപ്പ് വരെ 10 കപ്പൽ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 10-12 ഷിപ്പ് വരെ ഉണ്ടായിരുന്നു. അന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. നമുക്ക് ബാർബർ ഒരു സിനിമ കാണാൻ വേണ്ടി കൊച്ചിയിലേക്ക് കാണാനും മാത്രമല്ല, മുടി വെട്ടിക്കാൻ വരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ്, എൻ്റെ വൈഫിന് ചെറിയ പ്രശ്നമുണ്ട് ചെവിന്, അത് കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. നമുക്കത് കാരണം ട്രീറ്റ്മെന്റിനാണെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചെലവ് കൂടുതലാണ്.
നമ്മൾ ഗവൺമെൻറ് എൻ്റെ ഉപ്പയും നമ്മുടെ പെങ്ങന്മാരും സഹായിച്ച പൈസയും കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് നാട്ടിൽ പോയാലേ 10 പൈസ ഉണ്ടാക്കാൻ പറ്റൂ. ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. നമ്മളിപ്പോൾ എന്താ ആരോട് പറയാം, ഈ ഞാൻ പറയാൻ പറ്റുമെന്നറിയില്ല, 5000 രൂപ ഒരു ഓഫർ ഉണ്ടായിരുന്നു. ഒരു ടിക്കറ്റിന് 5000 രൂപ തന്നാൽ തരാമെന്ന് പറഞ്ഞ് ആളുകളുണ്ട്. ആളുകളുണ്ട്. എങ്ങനെ ടിക്കറ്റ് കിട്ടുന്നു അത് നമുക്കറിയില്ല, അവരങ്ങനെ പറഞ്ഞ്. പക്ഷേ ലാസ്റ്റ് ടൈമിൽ അവർ പറഞ്ഞാൽ അത് ഇനിയിപ്പോൾ നടക്കില്ല, നെക്സ്റ്റ് ഷിപ്പിൽ നോക്കാമെന്ന്. നമുക്ക് കൊടുക്കാൻ റെഡി. വൈഫിൻ്റെ സ്വർണ്ണം വിട്ടിട്ടാൽ നമുക്ക് പെർ ഡേ നമുക്ക് പോയേ പറ്റൂ. അത് ഏത് രീതിയിലാണ്? ഏത് രീതിയല്ല, നമുക്ക് മാർഗ്ഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. നിങ്ങൾക്ക് എത്തിയേ പറ്റൂ. ഇവിടെ നിൽക്കുന്നവരും ചിലവ് കൂടുതലാണ്. 5000 രൂപയില്ല, നമുക്ക് ഇനിയിപ്പോൾ 10 കൊടുത്താലും നമുക്ക് ഇവിടെ നിന്ന് പോയാൽ മതി. ഒന്നാമത് സ്വന്തം നാട് വിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട് അല്ലേ? എല്ലാറ്റിനും ചിലവല്ലേ ഇവിടെ. നമുക്കൊരു യാത്ര ചെയ്യണേ, ഓട്ടോന് കൊടുക്കണം ഇപ്പോൾ മിനിമം ചാർജ് 40 രൂപ. ഒരു ചെറിയ പോയിന്റ് കയറി ഇറങ്ങിയാൽ തന്നെ ഭക്ഷണത്തിന് 80 രൂപ 100 രൂപ ഉണ്ട്. കൊച്ചിന് ഇവൻ എല്ലാം നമുക്കിവിടെ ചിലവാണ്. നിങ്ങളെ കാൽക്കുലേഷനിൽ ഒരു ദിവസം എത്ര രൂപ ചിലവാണ്? ഒരു റൂം റെന്റ് 500 rupees പെർ ഡേ ഗസ്റ്റ് ഹൗസിൽ. എന്നിട്ട് അതില്ലാണ്ട് 80 രൂപ ഫുഡിന്, ഒരു നേരത്തെ ഫുഡിന്. ഗസ്റ്റ് ഹൗസിൽ തന്നെ ഒരു നേരത്തെ ഫുഡിന് 80 രൂപ ഉണ്ട്. രണ്ട് പേർക്ക് ഫുഡ് വേണം. 15 രൂപ ചായക്ക് ഉണ്ട് ഇവിടെ. പുറത്ത് 10 രൂപ കുടിക്കാം, പക്ഷെ ഇവിടെ 15 രൂപയാണ് ചായക്ക് ആണ്. നമ്മൾ ഷെഡ്യൂൾ ട്രൈബാണ്. എന്ത് ഫുഡാണ് കിട്ടുന്നത്? ഫുഡ് മോശമില്ല. ലക്ഷദ്വീപിലത്തെ ഫുഡ് തന്നെയാണ്. ലക്ഷദ്വീപിലത്തെ ഫുഡാണ് നമ്മുടെ നല്ല ഫുഡാണ്. ഫുഡിന് മോശം പറയാൻ പറ്റൂല. പറയുമ്പോൾ എല്ലാം പറയണല്ലോ. നല്ല വൃത്തിയോടെ തന്നെയാണല്ലോ. നല്ല ഹൈജീനിക്കാണ്. അത് അവരുടെ ആ മാനേജ്മെന്റ് കുഴപ്പമില്ല. ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ കയറി നല്ല വൃത്തിയോടെ തന്നെയാണ് പരിപാലിക്കുന്നത്. ആണ് സീരിയസ്ലി നീറ്റാണ്. സീരിയസ്ലി പറയാനുള്ളത് എന്താണെന്നറിയോ, ഈ ഓൺലൈൻ പരിപാടി പ്രശ്നമാണ്. ചോദിക്കാനുള്ള കാര്യം, ഓൺലൈൻ ടിക്കറ്റ് സംവിധാനം നിലനിൽക്കുന്നു, ബുക്ക് ചെയ്യാനും സാധിക്കുന്നില്ല, ടിക്കറ്റും ഫുള്ളാണ്.